ഭൂതഹൃദയത്തിന്റെ സ്പന്ദനവുമായി അമാന വീണ്ടും അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ചുവടുവയ്ക്കും. ദുബായിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അമാനയാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി ജീവിതത്തിലേക്ക് തിരികെ എത്തിയത്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിൽ എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു വിജയകരമായ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ. മലപ്പുറം ചങ്ങരംകുളം സ്വദേശികളായ മനോജിന്റെയും നിഷിതയുടെയും മകളായ അമാനയ്ക്ക് 5 വർഷങ്ങൾക്ക് മുൻപാണ് ഹൃദയ സംബന്ധമായ തകരാർ കണ്ടെത്തിയത്. ഹൃദയത്തിന്റെ വലതുവശത്തെ അറകൾ ക്രമാതീതമായി വികസിക്കുന്നതായിരുന്നു അസുഖം. 5 വർഷത്തോളം മരുന്നുകൾ കൊണ്ട് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും ഹൃദയം മാറ്റിവയ്ക്കലാണ് ഏക പോംവഴിയെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്നാണ് ലിസി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത്. കഴിഞ്ഞ മാസം സംസ്ഥാന സർക്കാർ സംവിധാനമായ കേസ് ഓട്ടോയിൽ രജിസ്റ്റർ ചെയ്തു. അതിനിടെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ച കിളിമാനൂർ സ്വദേശിയായ ജയകുമാറിന്റെ ഹൃദയം അമാനയ്ക്ക് പുതുജീവനേകിയത്. ഏപ്രിൽ 9 ഡോക്ടർ ജീവേഷ് തോമസ്, ഡോക്ടർ ജോ ജോസഫ്, ഡോക്ടർ അരുൺ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം തിരുവനന്തപുരത്തു നിന്നും ഹൃദയവുമായി പുറപ്പെട്ട് 1 മണിക്കൂർ കൊണ്ട് ലിസി ആശുപത്രിയിലെത്തി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആരംഭിച്ചു. അമാനയുടെ ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണെന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം പറഞ്ഞു. എല്ലാം നന്നായിരുന്നു. ഷീസ് എ സ്ട്രോങ് ഗേൾ. അന്ന് ഞങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ പേരൻസുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്റ്റേജസിലും അവരും ഞങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. ആശുപത്രി MD ഫാദർ പോൾ കരടിന്റെ നേതൃത്വത്തിൽ മധുരം പങ്കിട്ടാണ് അമാനയെ ആശുപത്രിയിൽ നിന്നും യാത്രയാക്കിയത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല നിങ്ങളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാനുള്ളൊരു ഇത് കിട്ടുന്നു. അതിനായിട്ടുള്ള ഡോണർക്കും ആ ഡോണറിന്റെ ഫാമിലിക്കുമായിരുന്നു ഒരു വലിയൊരു താങ്ക് യു. അമാനയുടേതുൾപ്പെടെ ലിസി ആശുപത്രിയിലെ 32ാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് പൂർത്തിയാക്കിയത്. 9 തവണയും വ്യോമമാർഗമായിരുന്നു ഹൃദയം ആശുപത്രിയിലെത്തിച്ചത്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.